നമ്മുടെ പൊരിക്കലൊക്കെ കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് നോക്കി നോക്കാം. ആദ്യം ഒരെണ്ണം എടുക്കാം. എടുത്തിട്ട് രണ്ടായിട്ട് ഇങ്ങനെ മുറിക്കാം. അയ്യോ കണ്ടില്ലേ, ഉള്ളിലുള്ള സാധനം ഇങ്ങനെ പൊള്ളച്ചിരിക്കണ്. ഇനി നമുക്ക് സോസിൽ മുക്കിയിട്ടൊന്ന് കഴിച്ച് നോക്കാം. അയ്യോ നല്ല സൂപ്പർ. നല്ല രസമുണ്ട് കേട്ടോ. ഹായ് കൂട്ടുകാരെ, നമുക്കിന്ന് കോഴിമുട്ട കൊണ്ട് അടിപൊളി ഒരു സാധനം ഉണ്ടാക്കാം. ചായ കുടിക്കുമ്പോഴും വിരുന്നുകാരെ വരുമ്പോഴും കുട്ടികൾക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റിയ ഒരു സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സാധനമാണ്. നമുക്കിനി അതിനെ ഇങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 10 കോഴിമുട്ടയാണ്. ഇനിയിപ്പോൾ 10 കോഴിമുട്ടയിലും ഉണ്ടാക്കാം, 5ലും ഉണ്ടാക്കാം, 3ലും ഉണ്ടാക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മുട്ട വെച്ചിട്ട് ഉണ്ടാക്കാം. ഒരു പാത്രം വെച്ച് നമുക്കിനി കോഴിമുട്ട പൊട്ടിക്കാം. ഇനി നമുക്കിതിൽ പാകത്തിനുള്ള ഉപ്പിടാം. 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് അടിച്ച് കലക്കാം. ഉപ്പും കുരുമുളക് പൊടിയും നന്നായിട്ട് മുട്ടയിൽ അങ്ങ് മിക്സാവട്ടെ. എരിവ് കൂടുതലുള്ള വേണ്ടവർക്ക് അതിനനുസരിച്ച് കുരുമുളക് പൊടി ഇടുക. എരിവ് കുറവുള്ളവർക്ക് അതിനനുസരിച്ച് കുരുമുളക് പൊടി ഇടുക. ഞാനിപ്പോൾ ഇതിൽ 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. കോഴിമുട്ട നമ്മൾ നന്നായിട്ട് അടിച്ച് കലക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിൽ വെച്ച് ഒഴിച്ച് വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു പരന്ന പ്ലേറ്റാണ്. അടി പരന്ന പാത്രം വേണം എടുക്കാൻ. അതെന്താന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് വേവിച്ചിട്ട് കഷ്ണമാക്കി എടുക്കാനാണ്, നീളത്തിൽ മുറിച്ചെടുക്കാനാണ്. അതാണ് പറഞ്ഞത് അടി പരന്ന പാത്രം വേണം. ഈ പാത്രത്തിൽ നമുക്ക് ഇച്ചിരി എണ്ണ പുരട്ടി കൊടുക്കാം. അതെന്തിനാന്ന് പറഞ്ഞാൽ നമ്മൾ ആവിയിൽ വേവിച്ചിട്ട് തട്ടിയെടുക്കുമ്പോൾ അടിയിൽ ഒട്ടാതെ നല്ലപോലെ വരാനാണ് ഈ എണ്ണ പുരട്ടി കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഈ മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആ 10 മുട്ട ഇത്രയേ ഉള്ളൂ. നമുക്കിനി ഈ അലുമിനിയം പേപ്പർ കൊണ്ട് ഇത് പൊതിഞ്ഞ് വെക്കാം, മൂടി. ഇതിപ്പോൾ ഞാൻ അലുമിനിയം പേപ്പർ കൊണ്ട് മൂടി. ഇതുകൊണ്ട് തന്നെ മൂടണമെന്നൊന്നുമില്ല. ഇതിൻ്റെ നമ്മൾ ഏത് പാത്രത്തിലാണ് ഇത് മുട്ട കലക്കി ഒഴിക്കണത് ആ പാത്രത്തിന് പാകത്തിനുള്ള മൂടി ഉണ്ടെങ്കിലും അതുകൊണ്ട് മൂടിയാലും കുഴപ്പമില്ല. ഇത് എന്തിനാന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ആവിയിൽ വേവിക്കല്ലേ, ആ വെള്ളം ഇതിൻ്റെ ഉള്ളിൽ ചാടാതിരിക്കാനാണ് ഇത് മൂടണത്. വെള്ളം ചാടി ആകെ വെള്ളം പോലെ ആവും, മുട്ട വേവില്ല. ഇനി നമുക്കിത് വേവിച്ചെടുക്കാനുള്ള സെറ്റപ്പ് ആക്കാം. പാത്രം അടുപ്പത്ത് വെച്ച് ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു പാത്രം ഇതിൻ്റെ അടിയിൽ കമത്തി വെക്കാം. ഇതിൻ്റെ മേലെ ഇത് വെച്ച് കൊടുക്കാം. ഇപ്പം കറക്റ്റായിട്ടോ. ഇനി നമുക്കിത് മൂടി വെക്കാം. ഇതിവിടെ ഇരുന്ന് ഒരു 20 മിനിറ്റ് നന്നായിട്ട് വേകട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്കിനി മുട്ട വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അയ്യോ നല്ല സൂപ്പറാ വെന്തിട്ടുണ്ട് കേട്ടോ. എന്താ എല്ലായിടത്തും വെന്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ മുട്ട വെന്ത അങ്ങനെ കുത്തി നോക്കുമ്പോൾ സ്വതവേ നമുക്കറിയാമല്ലോ, അതേപോലെ ചെയ്താൽ മതി. ഇനി നമുക്കിതിൻ്റെ സൈഡൊക്കെ ഒന്ന് വേർപെടുത്താം. നമുക്കൊരു പാത്രത്തിലേക്ക് ഇതിനെ കൊട്ടാം. സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ കറുപ്പ് കളറൊക്കെ കാണുന്നത് കുരുമുളക് പൊടിയാണ് കേട്ടോ. അതിൻ്റെ മേലെയുണ്ട് താഴത്തുണ്ട് കേട്ടോ. ഇനി നമുക്കിത് മുറിച്ചെടുക്കാം.
ഒരു വിരലിൻ്റെ കനത്തിൽ മുറിച്ചാൽ മതി കേട്ടോ. ഇതാ ഇനി നമുക്കിത് ഒന്നുകൂടി കട്ട് ചെയ്യാം. ഇത് കണ്ടില്ലേ, ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇതൊക്കെ മുറിക്കൽ കഴിഞ്ഞ് ഇനി നമുക്ക് ഇത് പൊരിച്ചെടുക്കാനുള്ള മസാലകൾ ഉണ്ടാക്കിയെടുക്കാം. ഒരു 1/2 കപ്പ് കോൺഫ്ലവർ പൊടി ഇടാം. നമുക്കിതിലിനി 1 ടേബിൾ സ്പൂണ് ചില്ലി മസാല ഇടാം. നമുക്കിതിലിനി പാകത്തിന് ഉപ്പിടാം. ഇനി ഇതിൽ നമുക്ക് 1 ടീസ്പൂണ് മുളക് പൊടി ഇടാം. നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കാം. ഇത് മിക്സാക്കി കഴിഞ്ഞ് ഇനി നമുക്കിതെടുത്ത് മാറ്റി വെക്കാം. ഇപ്പം മസാല കൂട്ടൽ കഴിഞ്ഞ് ഇതിൽ നമ്മൾ ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ടില്ല, പൊടിയായിട്ട് തന്നെ കലക്കിയിട്ടുണ്ട്. ഞാനിതിൽ കൂട്ടിയിട്ടുള്ളത് ചില്ലി ചിക്കൻ മസാല കടയിൽ നിന്ന് വാങ്ങിയതാണ്. പിന്നെ ഉപ്പിൻ്റെ കാര്യം, നമ്മൾ മുട്ട വേവിക്കുമ്പോൾ അതിൽ ഉപ്പിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ മസാലയ്ക്കുള്ള ഉപ്പ് മാത്രം ഇട്ടാൽ മതി, അത് ശ്രദ്ധിച്ച് പാകത്തിന് ഇട്ടാൽ മതി. ഇനി നമുക്ക് ഒരു 3 കോഴിമുട്ട പൊട്ടിച്ച് അടിച്ച് വെക്കാം. ഇതിൽ നമുക്ക് ഒരു തുള്ളി ഉപ്പ് കൂടി ഇടാം കേട്ടോ. ഒരു നുള്ളു ഉപ്പിട്ടാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. ഇത് എല്ലാം റെഡിയായി. ഇനിയിപ്പോൾ വേണ്ടത് റസ്ക് പൊടിയാണ്. ഇത് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് റസ്ക് പൊടിയൊന്നും കടയിൽ നിന്ന് വാങ്ങിയിട്ടില്ല, ഫ്രെഡ് വാങ്ങിയിട്ട് അത് പൊടിച്ചെടുക്കുക ചെയ്തത്. അത് മതി. നമുക്കിനി ഈ മസാലകളിൽ മുക്കിയെടുക്കാം കേട്ടോ. ഇത് ആദ്യം ഒന്നെടുത്തിട്ട് ഈ മസാലയിൽ ഇങ്ങനെ മുക്കിയെടുക്കുക. നല്ല മസാല പുരളാൻ മുക്കണം. എന്നിട്ട് നമുക്ക് ഇതിലൊന്ന് മുക്കിയെടുക്കുക, കോഴിമുട്ടയിൽ. ഇനി ബ്രെഡിലൊന്ന് മുക്കിയെടുക്കുക. പിന്നെ നമുക്ക് ഈ മസാല ഒന്നുകൂടി മുക്കിയെടുക്കാം. പിന്നെ നമുക്ക് കോഴിമുട്ടയിലൊന്ന് മുക്കിയെടുക്കാം. പിന്നെ നമുക്ക് ഒന്നുകൂടി ബ്രെഡിലൊന്ന് മുക്കിയെടുക്കാം. നന്നായിട്ടൊന്ന് ഉരുട്ടി പുരട്ടി മുക്കുക കേട്ടോ. ഇതേപോലെ അപ്പോഴാണ് അതിൽ പിടിച്ച് വരിക. കണ്ടില്ലേ, ഇങ്ങനെ മുക്കിയെടുക്കുക. ഇതേപോലെ നമുക്ക് എല്ലാതും മുക്കിയെടുക്കാം. ഇതെല്ലാം നമ്മളിപ്പോൾ ബ്രെഡ് പൊടിയിലും മസാലയിലും കൂടി നല്ലപോലെ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സൂപ്പറായിട്ട് വറുത്തെടുക്കാം. ചട്ടി നന്നായിട്ട് ചൂടായിട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഓയിലാണ്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇത് ഓരോന്നായിട്ട് ഇത് ഇട്ട് കൊടുക്കാം. നമ്മൾ മുട്ട വേവിച്ചിട്ടാണല്ലോ ഇത് ചെയ്യുന്നത്, അതുകൊണ്ട് മേലത്തെ മസാല മാത്രം വേവണ വരെ പൊരിച്ചാൽ മതി കേട്ടോ. മേലെ ഒരു ബ്രൗൺ കളറിലാവണ വരെ പൊരിച്ചാൽ മതി. ഇത് കണ്ടില്ലേ എണ്ണയിൽ നിന്ന് പൊന്തി വരുന്നത്. നമുക്കിനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒന്നുകൂടി കളറായി വരട്ടെ. ഈ കളറാകുമ്പോൾ നമുക്ക് എടുക്കട്ടോ.
നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഉരുണ്ടിട്ട് ഉരുണ്ട പൈപ്പ് കഷ്ണം പോലെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ പൊരിക്കലും കഴിഞ്ഞു, കഴിക്കലും കഴിഞ്ഞു. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ്. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം.